വെണ്ണക്കല്ലിലെ കവിത എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരിക താജ്മഹലാണ്. എന്നാൽ താജ്മഹലിനോളം കമനീയമായ മറ്റൊരു സ്മാരകം ഇന്ത്യയിലുണ്ട്. ബ്രിട്ടീഷ് രാജിന്റെ കാലത്ത് അവരുടെ ആദ്യകാല തലസ്ഥാനമായിരുന്ന കൊൽക്കത്തയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പണത്തിന്റെ മൂല്യം കാലണ ഓട്ടമുക്കാല് എന്നൊക്കെ പറയുന്ന കാലത്ത് ചെലവ് 1 കോടിക്ക് മേലെ വന്ന ഈ നിർമ്മിതിയുടെ പേര് വിക്ടോറിയ മെമ്മോറിയൽ എന്നാണ്. ബ്രിട്ടീഷ് മൊണാർക്കിന്റെ സ്മരണക്കായി ഒരു മ്യൂസിയം പണിയുക എന്നത് അക്കാലത്തെ വൈസ്രോയിയായിരുന്ന കഴ്സൺ പ്രഭുവിന്റെ എക്കാലത്തെയും ഒരു സ്വപ്നമായിരുന്നു. 1901 ജനുവരി 22-ന് വിക്ടോറിയ രാജ്ഞി ദിവംഗതയായപ്പോൾ അവരുടെ ഓർമ്മയ്ക്കായി ഒരു സ്മാരകം പണിയുന്നതിനായി കഴ്സൺ തീരുമാനിച്ചു. ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ചുമതലയുണ്ടായിരുന്ന സ്റ്റേറ്റ് സെക്രട്ടറി ഹാമിൽട്ടൺ പ്രഭുവിന് അദ്ദേഹം ഒരു കത്തയച്ചു. കൂടാതെ ഏഷ്യാറ്റിക് സൊസൈറ്റിയിലും ഈ വിഷയം അദ്ദേഹം അവതരിപ്പിച്ചു. ഉദാരമനസ്കരിൽ നിന്ന് സംഭാവന ലഭിക്കുന്നതിനായിട്ടാണ് ഏഷ്യാറ്റിക് സൊസൈറ്റിയെ ഇക്കാര്യം അറിയിച്ചത്. നിർമ്മാണ ചെലവിനുള്ള നല്ലൊരു തുക ഇത്തരത്തിൽ അദ്ദേഹം സ്വരൂപിച്ചെടുത്തു. 1906-നും 1921-നും ഇടയിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഒരു രാജവംശത്തിനായി നിർമ്മിച്ച ലോകത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ സ്മാരകമാണ് വിക്ടോറിയ മെമ്മോറിയൽ. 64 ഏക്കർ സ്ഥലത്താണ് ഈ സുന്ദര നിർമ്മിതി നിലകൊള്ളുന്നത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കൾച്ചറൽ മന്ത്രാലയത്തിന് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇന്തോ സാർസനിക് വാസ്തുവിദ്യാ രീതിയിലാണ് നിർമ്മാണം. ഇതിന്റെ കരാർ നൽകിയത് മെസേഴ്സ് മാർട്ടിൻ ആൻഡ് കോ എന്ന കൽക്കത്തയിലെ ഒരു നിർമ്മാണ കമ്പനിക്കാണ്. ശില്പി എഡ്വേർഡ് എമേഴ്സൺ ആണ്. ബ്രിട്ടീഷ് മുഗൾ ശില്പകലയുടെ സ്വാധീനം ഈ സ്മാരകത്തിൽ കാണാം. താജ്മഹലുമായി ഏറെ രൂപസാദൃശ്യം വരുന്നതിന് ഇത് ഒരു കാരണമായിട്ടുണ്ടാവാം. സ്മാരകം നിലകൊള്ളുന്ന 64 ഏക്കറും അതിമനോഹരമായ ഒരു ഉദ്യാനമായി മാറ്റിയിരിക്കുന്നു. 21 പൂന്തോട്ടക്കാരാണ് ഈ മലർവാടി പരിപാലിക്കുന്നത്. ഇവിടെ തെളിനീര് നിറഞ്ഞ അതിമനോഹരമായ ഒരു തടാകവുമുണ്ട്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പ്രവേശനം അനുവദിക്കുക. ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് 20 രൂപയാണ്. 12ാം ക്ലാസ് വരെ പഠിക്കുന്ന സ്കൂൾ കുട്ടികൾക്കും പട്ടാളക്കാർക്കും പ്രവേശനം സൗജന്യമാണ്. തിങ്കളാഴ്ചകളിലും പൊതു അവധി ദിവസങ്ങളിലും സ്മാരകം പ്രവർത്തിക്കുന്നതല്ല. ഉദ്യാനത്തിൽ മാത്രമേ ഫോട്ടോഗ്രാഫി അനുവദിക്കുകയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ.